ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. ഇംഗ്ലീഷ് ഭാഷ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നൽകുന്നത്. രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്, അത് പഠിച്ചതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മളത് ആവർത്തിച്ച് കേട്ട് നമ്മൾ പഠിക്കും. നമ്മൾ നമ്മുടെ മാതൃഭാഷ മലയാളം പഠിച്ചത് ക്ലാസ്സുകളിലൊന്നും പോയല്ല, കേട്ട് പഠിച്ചതാണ്. ആ പ്രിൻസിപ്പിളാണ്, ആ തത്വമാണ് നമ്മൾ ഇവിടെയും ഈ ക്ലാസ്സിലും ഉപയോഗിക്കുന്നത്. നമ്മൾ ഏതൊരു ഭാഷ പഠിക്കണമെങ്കിലും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വാക്കുകൾ അറിയണം. രണ്ടാമത്, ആ വാക്കുകൾ എങ്ങനെയാണ് കൂട്ടി വയ്ക്കേണ്ടത്, അതിനെയാണ് നമ്മൾ വ്യാകരണം, ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഭാഷ പഠിക്കാനും വാക്കുകളും പഠിക്കണം, വ്യാകരണവും പഠിക്കണം. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സുകളിൽ മിനിമം വ്യാകരണം നമ്മൾ പഠിക്കുള്ളൂ. ഇംഗ്ലീഷിലും ഏതൊരു ഭാഷയിലെന്ന പോലെ ധാരാളം നിയമങ്ങളൊക്കെ ഉണ്ട്, ഗ്രാമറിന്റെ, വ്യാകരണത്തിന്റെ. അത് നമ്മൾ കാണുന്നില്ല. മിനിമം വ്യാകരണം പഠിച്ച് ഈ ഭാഷ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ കണ്ടത് ഷുഡിന്റെയും ക്യാൻ എന്നതിന്റെ ഉപയോഗമാണ്. അതായത് നമ്മുടെ ഭാഷയിൽ നീ പോകണം, അത് അവരെങ്ങനെ പറയും. അപ്പൊ അതിന്റെ 4 ടൈപ്പ് വാചകങ്ങൾ കണ്ടു. പിന്നെ ക്യാൻ, എനിക്ക് പാടാൻ കഴിയും. ഇത് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷുകാരെങ്ങനെ പറയും, അതിനവർ ക്യാൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. അപ്പൊ ക്യാന് വേറൊരു ഉപയോഗം കൂടിയുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. പെർമിഷന് വേണ്ടി, പെർമിഷൻ എന്ന് പറയുന്നത് എന്താണ്? അനുവാദം ചോദിക്കാനും നമ്മൾ ക്യാൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്യാൻ അല്ലാതെ വേറെയും ഉപയോഗിക്കും കേട്ടോ. മേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, ഫുഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. പക്ഷെ അതൊക്കെ വളരെ എന്താണ് പറയാ, ഔപചാരികമായ, അല്ലെ, ഫോർമൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ അധികാരികളോടൊക്കെ ചോദിക്കുന്നതിനാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വളരെ ഇൻഫോർമൽ, അതായത് നമ്മുടെ കൂട്ടുകാരോടും അങ്ങനെ വളരെ അടുത്തവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നതിനാണ് ഈ ക്യാൻ ഉപയോഗിക്കുന്നത്. നമ്മളപ്പോ രണ്ടാമത്തെ ഉപയോഗം, ആദ്യത്തെ ഉപയോഗം നമ്മൾ കണ്ട് എബിലിറ്റി, കഴിവിനെ കാണിക്കാൻ. എനിക്ക് പാടാൻ കഴിയും, ഐ ക്യാൻ സിംഗ്. എനിക്ക് പാടാൻ കഴിയുമോ? ക്യാൻ ഐ സിംഗ്. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ആ വാചകം തന്നെ പെർമിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ മലയാളത്തിൽ അർത്ഥം മാറും. ഉദാഹരണമായിട്ട് ഒരു പ്രോഗ്രാം നടക്കുകയാണ്, അപ്പൊ അവിടെ കുറെ പേര് ഇങ്ങനെ ഓരോരുത്തർ കയറി പാടുന്നുണ്ട്. അത് കൊള്ളാലോ, അപ്പൊ ഞാനും പാട്ടുകാരനാ. അപ്പൊ ഞാൻ ചെന്ന് അതിന്റെ ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് പരിചയമുള്ളവരാണ്. അപ്പൊ നമ്മളും ചോദിക്കുകയാണ്, ഞാനൊന്ന് പാടിക്കോട്ടെ, എനിക്ക് പാടാൻ കഴിയുമോ? കഴിവല്ല അവിടെ കാണിക്കുന്നത്, പിന്നെ എന്താണ്? അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഭാഷയിൽ മലയാളത്തില് എനിക്കും പാടാമോ, അല്ലെങ്കിൽ ഞാനൊന്ന് പാടിക്കോട്ടെ, എനിക്ക് പാടാമോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ല. അത് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പൊ അതിനും എന്താണ് ഉപയോഗിക്കുന്നത്? ക്യാൻ ഉപയോഗിക്കും. അപ്പൊ വിചാരിക്കും മറ്റേ എബിലിറ്റി ആണോ? എബിലിറ്റി അല്ല കേട്ടോ, നമുക്ക് ആ കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, അനുവാദം ചോദിക്കണം. ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ചെന്ന് ചോദിക്കണം, ക്യാൻ ഐ സിറ്റ് ഹിയർ, എനിക്കിവിടെ ഇരിക്കാമോ, ഞാനിവിടെ ഇരുന്നോട്ടെ. അനുവാദം, പെർമിഷൻ ചോദിക്കുന്നതാണ്. അതിനെന്ത് ഉപയോഗിക്കും? ക്യാൻ ഉപയോഗിക്കും. അപ്പൊ സാധാരണ നമ്മൾ പെർമിഷൻ ഒന്നില്ലേ എനിക്ക് വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി, അല്ലെ. അപ്പൊ ക്യാൻ വി സിറ്റ്, നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, കുറെ പേരുണ്ട്. അപ്പൊ ആ അധികാരി നമുക്ക്, അല്ലെങ്കിൽ അവിടെ ഉള്ള ആള് നമുക്ക് അനുവാദം തരികയാണ്. എങ്ങനെ തരും? നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും, അങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇരിക്കാം, അനുവാദം തരികയാണ്. ഞാനൊന്ന് പാടിക്കോട്ടെ, നിനക്ക് പാടാൻ കഴിയും, അതല്ല പറയുന്നത്. പിന്നെ എന്താണ്? അനുവാദം കൊടുക്കുകയാണ്. വളരെ സിമ്പിൾ ആയത്. അപ്പൊ ഇത് നമുക്കറിയാം. അപ്പൊ അത് നമ്മള് വേറെ നിങ്ങൾക്കെന്ന് യു എന്നുള്ള വാക്കിന് നീ, ഒരാളോടും പറയാം, ഒന്നിൽ കൂടുതൽ ആളുകളോട് യു എന്ന് തന്നെ ഇംഗ്ലീഷുകാർ പറയുള്ളൂ, അല്ലെ.
അപ്പോ നമ്മൾ പക്ഷേ നീ എന്ന് പറയുന്നത് ഒരാൾ ഉദ്ദേശിച്ചാണ്, നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലും ആകാം. അത് ഓരോ സ്ഥലത്തെ ഭാഷ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് അധികം നീട്ടുന്നില്ല. കഴിഞ്ഞ ക്ലാസ് കുറച്ച് നീണ്ടതായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാം. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് എന്താണ്, ഞാൻ പോയിക്കോട്ടെ. നമ്മൾ മലയാളം അങ്ങനെ എഴുതണം. എനിക്ക് പോകാൻ കഴിയുമോ അങ്ങനെ ചോദിക്കും. ക്യാൻ ഐ ഗോ? ഓ, ഇത് എഴുതുന്നില്ലല്ലോ. ക്യാൻ ഐ ഗോ? ഇത് പെർമിഷൻ ചോദിക്കുക. അപ്പൊ എങ്ങനെ മലയാളത്തിൽ എഴുതും? എനിക്ക് പോകാൻ കഴിയുമോ അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, ഞാൻ പൊയ്ക്കോട്ടെ. എനിക്ക് അറിഞ്ഞുകൂടെ ഇത് എല്ലായിടത്തും ഈ രീതിയിൽ സംസാരിക്കുമെന്ന്. കാരണം നമ്മുടെ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് പോകാമോ, എനിക്ക് പോകാമോ, ഇത് പെർമിഷൻ ചോദിക്കുക, അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ അനുവാദം എങ്ങനെ കൊടുക്കാം? യെസ്, യെസ് എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. യു ക്യാൻ ഗോ. അപ്പൊ ഇതിന് നിനക്ക് പോകാൻ കഴിയും എന്നല്ല ഇതിന് മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിനക്ക് പോകാം, നിനക്ക് പോകാം. അപ്പൊ ഇതാണ് ഇന്ന് കാണുന്നത്. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. അപ്പൊ ക്യാന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് അത് രണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ ഉപയോഗം? നമ്മള് അനുവാദം ചോദിക്കുന്നതിന് എന്തുപയോഗിക്കും? ക്യാൻ ഉപയോഗിക്കും. ക്യാൻ ഉപയോഗിക്കും. അപ്പൊ ഐ അല്ലെങ്കിൽ വി, ഐ അല്ലെങ്കിൽ വി, ഞങ്ങൾ പോയിക്കോട്ടെ, ക്യാൻ വി ഗോ, ഞങ്ങൾക്ക് പോകാമോ, അതാണ് അനുവാദം ചോദിക്കാൻ. അപ്പൊ അതിന്റെ മലയാളവും നമ്മൾ ആ അർത്ഥത്തിലാണ് കാണേണ്ടത്. ഞങ്ങൾക്ക് പോകാൻ കഴിയുമോ? കഴിവല്ല കാണിക്കുന്നത്, അനുവാദത്തെയാണ്, അനുവാദത്തെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഇത് അധികം പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് മനസ്സിലാൽ കുറച്ച് കാണാം. എന്താണ് ക്യാൻ ഐ ഗോ? അതിന്റെ മലയാളം എങ്ങനെ പറയും? എനിക്ക് പോകാമോ, ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. എനിക്കറിയാം എല്ലായിടത്തും ആ ശൈലി ഉപയോഗിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. എറണാകുളത്തൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല മലയാളം എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറാണ് എന്ന് വെച്ചാൽ മലയാളം എന്ന് പറയുന്നത്. പിന്നെ ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത. തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്ന പോലെയല്ല എറണാകുളത്തുകാർ സംസാരിക്കുന്ന, എറണാകുളത്തുകാർ സംസാരിക്കുന്ന, തൃശ്ശൂർ ഭാഗത്തുള്ളവർ അത് സംസാരിക്കുന്ന പോലെയല്ല മലബാർ, കാസർഗോഡ്, കണ്ണൂർ, ഓരോ സ്ഥലത്തും ഓരോ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ നിനക്കിത് ഇത് മനസ്സിലാക്കിയാൽ മതി. എന്താണ് അനുവാദം ചോദിക്കുകയാണ്. അത് അധികാരികളോടല്ല, നമ്മുടെ ഫ്രണ്ട്സിനോട്, ഈവൻ പാരന്റ്സിനോടൊക്കെ, മാതാപിതാക്കളോടൊക്കെ ഫോർമൽ. ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഔപചാരികം. ഔപചാരികമായിട്ട് ഒന്നും നമ്മളെ പാരന്റ്സിനോടൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഞാനിന്ന് സിനിമയ്ക്ക് പോയിക്കോട്ടെ, അപ്പൊ ക്യാൻ ഐ ഗോ ഫോർ എ മൂവി, ക്യാൻ ഐ ഗോ ഫോർ എ മൂവി, ക്യാൻ ഐ ഗോ ഫോർ എ മൂവി. അപ്പൊ നമ്മൾ അനുവാദം ചോദിക്കുക. യു ക്യാൻ ഗോ, യു ക്യാൻ ഗോ, നോ 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 യു കാൻ ഗോ, യു കാൻ ഗോ. ഇതൊന്ന് നോക്കിയിട്ട് നിന്ന് ക്ലാസ് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യും, അതിനുശേഷം ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, ക്യാൻ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ, ക്യാൻ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ, ക്യാൻ ഐ ഗോ, എനിക്ക് പോകാമോ, ക്യാൻ ഐ ഗോ. ഓക്കെ. എനിക്ക് പോകാമോ, എനിക്ക് പോകാമോ, എനിക്ക് പോകാമോ, ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. ഇത് എല്ലായിടത്തും പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ചിലർക്ക് അത് കോമാളിത്തരമായിട്ട് തോന്നാം ഈ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുന്നത്. ഐ എം നോട്ട് ഷുവർ ഓഫ് ഇറ്റ് ഇൻ മലയാളം. നിനക്ക് പോകാം, അത് കുഴപ്പമില്ല എന്ന് തോന്നാണ്. യു ക്യാൻ ഗോ, നിനക്ക് പോകാം. പോകാൻ കഴിയുന്നല്ല അത് പറയുന്നത്, നിനക്ക് പോകാം. യു ക്യാൻ ഗോ, നിനക്ക് പോകാം, നിനക്ക് പോകാം. അനുവാദം കൊടുക്കുക, അനുവാദം കൊടുക്കുക, പോകാം. അപ്പൊ യു ക്യാൻ ഗോ, നിനക്ക് പോകാം, നിനക്ക് പോകാം, നിനക്ക് പോകാം, നിനക്ക് പോകാം, നിനക്ക് പോകാം, നിനക്ക് പോകാം. വേറൊരു വാചകം നമുക്ക് ഇടാം. ഞാൻ നിന്റെ പേന എടുത്തോട്ടെ,
ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. അനുവാദം ചോദിക്കാൻ നമ്മുടെ ഫ്രണ്ടിനെ ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേന ഒന്ന് എടുത്തോട്ടെ. അപ്പൊ എങ്ങനെ പറയും ഇംഗ്ലീഷില്? ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് വാചകങ്ങൾ കണ്ടിട്ട് അതിന്റെ ഉപയോഗം മനസ്സിലാക്കാം. അപ്പൊ അത് ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? അനുവാദം ചോദിക്കാനേ. ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. 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 ഞാൻ വാദം കൊടുക്കുകയാണ്, നിനക്ക് എന്റെ പേന എടുക്കാം. യു ക്യാൻ ടേക്ക് മൈ പെൻ. യു ക്യാൻ ടേക്ക് മൈ പെൻ. യു ക്യാൻ ടേക്ക് മൈ പെൻ. നിനക്ക് എന്റെ പേന എടുക്കാൻ കഴിയും, അതല്ല ഉദ്ദേശിക്കുന്നത്. അനുവാദം കൊടുക്കാം. യു ക്യാൻ ടേക്ക് മൈ പെൻ. ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ്. അപ്പൊ പെൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ടേക്ക്, നിനക്ക് അത് എടുക്കാം. ഇറ്റ് എന്നുള്ള വാക്ക് IT ഇറ്റ് അങ്ങനെ ഉപയോഗിക്കാം. IT നമ്മൾ കണ്ടാണോ? അല്ലെ കണ്ടേക്ക്. ഇറ്റ് എന്നുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, ഇറ്റ്. അതിനർത്ഥം എന്താണ്? അത്. അതിന് ഇതെന്നും പറയും. രണ്ടർത്ഥമുണ്ട്, അത് ഇത്. നിനക്ക് ഇതെടുക്കാം. യു ക്യാൻ ടേക്ക് ഇറ്റ്. യു ക്യാൻ ടേക്ക് ഇറ്റ്. ആ രണ്ടർത്ഥത്തിലും നമുക്ക് ഇറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ പെൻ? ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. ഞാൻ അനുവാദം കൊടുക്കുകയാണ്, നിനക്കത് എടുക്കാം. യു ക്യാൻ ടേക്ക് ഇറ്റ്. യു ക്യാൻ ടേക്ക് ഇറ്റ്. യു ക്യാൻ ടേക്ക് ഇറ്റ്. യു ക്യാൻ ടേക്ക് ഇറ്റ്. നമ്മൾ പേനെന്ന് ആവർത്തിക്കേണ്ട, അതിന് പകരം ഇറ്റ് വഹിച്ചാൽ മതി. നമ്മളെ മലയാളത്തിൽ അങ്ങനെ പറയുള്ളൂ. ഞാൻ നിന്റെ പേന എടുത്തോട്ടെ. നീ അതെടുത്തോ, അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല നീ ആ പേന എടുത്തോ വീണ്ടും പറയണമെന്നില്ല. അതുപോലെ ഇംഗ്ലീഷുകാരും അതുപോലെ തന്നെ പറയുള്ളൂ. നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കുക അല്ലേ? യു ക്യാൻ ടേക്ക് ഇറ്റ്. നിനക്കതെടുക്കാം. യു ക്യാൻ ടേക്ക് ഇറ്റ്. നിനക്കതെടുക്കാം. 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 നിനക്ക് അതെടുക്കാം. വേറൊരു നേരത്തെ കണ്ട പോലെ സിറ്റ്. ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എന്നൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് അവരോട് ചോദിക്കാം, ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. ക്യാൻ വി സിറ്റ് ഹിയർ? ക്യാൻ വി സിറ്റ് ഹിയർ? ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ. ക്യാൻ വി സിറ്റ് ഹിയർ? ക്യാൻ വി സിറ്റ് ഹിയർ? ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ. 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 അപ്പൊ അനുവാദം തരികയാണ്. യെസ് യു ക്യാൻ സിറ്റ് ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും. അങ്ങനെയല്ല അത് നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത്. പെർമിഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. യെസ് യു ക്യാൻ. യെസ് എന്ന് പറയുന്നെങ്കിലും യു ക്യാൻ സിറ്റ് ഹിയർ. യു ക്യാൻ സിറ്റ് ഹിയർ. യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. അനുവാദം നൽകുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. യു ക്യാൻ സിറ്റ് ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. 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 ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ അതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ നമുക്കൊന്ന് പഴയ കാര്യങ്ങളൊന്നും റിവൈസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ ഒരാളെ കൂടി കിട്ടി പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമത് നിങ്ങൾ വാക്കുകൾ പഠിക്കാൻ നോക്കുക. ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഡിക്ഷണറി വാങ്ങിച്ചെന്ന് വിചാരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മലയാളം. വലിയ ഡിക്ഷണറി വേണമെന്നില്ല. പക്ഷേ മലയാളത്തിൽ ഉച്ചാരണം കൊടുത്തിട്ടുള്ളതായിരിക്കണം മേടിക്കേണ്ടത്. നല്ല കാരണം നമ്മൾ നേരത്തെ കണ്ടു, അവര് ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ അല്ല പലപ്പോഴും വായിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ രീതിയിൽ നമ്മൾ ഉച്ചാരണം പഠിക്കണം. പിന്നെ ഒരു പേജ് എടുത്തിട്ട് ആദ്യം ഒന്നാം പോലെ തുടങ്ങിയോ, നമുക്ക് പരിചിതമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ പലയിടത്തൊക്കെ കേട്ടിട്ടുണ്ടാവും പല വാക്കുകൾ കാണുമ്പോൾ അതൊന്ന് വേറെ പുസ്തകത്തിൽ നോട്ട് ചെയ്യുകയോ
അല്ലെങ്കിൽ ആ ഡിക്ഷണറി തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അത് കാണാപ്പാഠം പഠിക്കുക. ആവർത്തിച്ച് ഒരു 10 പ്രാവശ്യം ഒരു വാക്ക് അതിന്റെ മലയാള അർത്ഥം പഠിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിയും. പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത്, നമ്മളുടെ വൊക്കാബുലറി, അതായത് വാക്കുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷില് ഏത് ഭാഷയിലും പഠിക്കുന്ന വാക്കുകൾ ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട് എന്ന് വെച്ചാൽ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച നമുക്കറിയാവുന്ന വാക്കുകൾ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ ആ വാക്കുകൾ വരും. എന്നാൽ പാസീവായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കുകൾ അറിയാം, പക്ഷെ ഒരിക്കലും നമ്മൾ എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആ വാക്കുകൾ വരില്ല. പക്ഷെ നമുക്ക് ആ വാക്കുകളൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട്, അത് കിടക്കുന്നുണ്ട് മനസ്സിൽ. ഇനി നമ്മൾ എവിടെയെങ്കിലും വേറെ ആരെങ്കിലും എഴുതിയതായിട്ട് ആ വാക്ക് കാണുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആ വാക്ക് ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം അറിയാം, കാരണം നമുക്ക് ആ വാക്ക് അറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കുകയോ അത് എഴുതാനോ സംസാരിക്കാനോ നമ്മൾ സാധിക്കില്ല. അങ്ങനെ കുറെ വാക്കുകൾ എല്ലാവർക്കും ഉണ്ടാവും. അതിനെ പാസീവ് വൊക്കാബുലറി എന്ന് പറയാം. പാസീവായിട്ട് കിടക്കുക, പക്ഷെ എവിടെയെങ്കിലും നമ്മൾ കണ്ടാലോ കേട്ടാലോ നമുക്കത് ഉടനെ മനസ്സിൽ വരും അതിന്റെ അർത്ഥമൊക്കെ, കാരണം നമുക്കറിയാൻ വാക്ക്. പക്ഷെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം ഇറക്കിയായിരുന്നേ. അപ്പൊ ആ പ്രസംഗിക്കുന്ന ആള് അപ്പീസ് എന്നുള്ള വാക്ക് പറഞ്ഞു. അപ്പീസ് എന്ന് പറഞ്ഞാല് പ്ലീസ്, പ്രീതിപ്പെടുത്തുക എന്നുള്ള. അപ്പീസ് എന്നുള്ള വാക്ക് എനിക്കറിയാം, പക്ഷെ അതെന്റെ മനസ്സിൽ ഒരിക്കലും വരില്ല. കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അതാണ്. പക്ഷെ ഞാൻ ആ വാക്ക് പേനോർക്കോ ഈ വാക്ക് എനിക്കറിയാം, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല ആ വാക്ക്. പക്ഷെ ആ വാക്ക് എനിക്കറിയാം. പക്ഷെ അതിന്റെ പാസീവ് വൊക്കാബുലറി കിടക്കുകയാണ്. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറെ വാക്കുകൾ പഠിക്കുമ്പോൾ കുറെയൊക്കെ ഈ പാസീവിലേക്ക് പോകും, പക്ഷെ അവിടെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഈ വാക്കുകൾ പഠിക്കണം. ഏതൊരു ഭാഷയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വാക്കുകളും വ്യാകരണമാണ്. അപ്പൊ അത് വ്യാകരണം നമ്മൾ അധികം പഠിക്കുന്നില്ല എന്ന് കണ്ടു. വാക്കുകൾ പക്ഷേ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.